ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഡോക്ടർ സ്റ്റോക്ക്. ഡോക്ടർ സ്റ്റോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ രക്താതിസമ്മർദ്ദമാണ്. ഇന്ന് ലോക രക്താതിസമ്മർദ്ദ ദിനം അല്ലെങ്കിൽ വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ ആണ്. ഇന്ന് ഈ ദിവസം വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേയിൽ എന്നോടൊപ്പം ഒരു കാർഡിയോളജിസ്റ്റാണുള്ളത്. അദ്ദേഹം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ മനു വർമ്മയാണ്. ഡോക്ടറോട് നമുക്ക് ഹൈപ്പർ ടെൻഷനെ കുറിച്ച് ചോദിക്കാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഡോക്ടർ, ഞാൻ പറഞ്ഞില്ല ഇന്ന് വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ ആണ്. ഇതിപ്പോൾ എല്ലാ അസുഖങ്ങൾക്കും ഇപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ ആയി തുടങ്ങി. അതിൻ്റെ കൂട്ടത്തിൽ ഹൈപ്പർ ടെൻഷൻ ഡേയുടെ ഇമ്പോർട്ടൻസ് എന്താ? ഹൈപ്പർ ടെൻഷൻ ഡേയുടെ ഇമ്പോർട്ടൻസ് എന്തെന്ന് വെച്ചാൽ രക്തസമ്മർദ്ദത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാനും അതിൻ്റെ ബോധവൽക്കരണ പരിപാടികൾ കൂടുതൽ ഊർജിതമാക്കാനും അതോടൊപ്പം തന്നെ എല്ലാവർക്കും അവനവൻ്റെ ബ്ലഡ് പ്രഷറിനെ കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കാനും അതിൽ കൂടുതൽ സമൂഹത്തിൽ അതിനെക്കുറിച്ച് ചർച്ചകളും മറ്റും സജീവമാക്കാനുമായിട്ടുള്ളൊരു പ്രയത്നത്തിൻ്റെ ഒരു തുടക്കമെന്ന് വേണമെങ്കിൽ പറയാം. ഈ അതിലേക്ക് കൂടുതൽ പോകുന്നതിന് മുമ്പ് നമുക്ക് രക്തസമ്മർദ്ദം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. രക്തസമ്മർദ്ദം ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും രക്തസമ്മർദ്ദം വേണം അല്ലേ? നോർമലായിട്ടുള്ള രക്തസമ്മർദ്ദം ആവശ്യമാണ്. ഇപ്പോൾ രക്തസമ്മർദ്ദം അമിതമാവുമ്പോഴാണ് പ്രശ്നം. നോർമലായിട്ടുള്ളൊരു വ്യക്തിക്ക് 140/90 സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ, 90 ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. ഇതിനിൽ കൂടുതൽ സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും ബ്ലഡ് പ്രഷർ വരികയാണെങ്കിൽ നമുക്ക് പറയാം ഈ രോഗിക്ക് രക്തസമ്മർദ്ദം അതിയായ രക്തസമ്മർദ്ദം ഉണ്ട്. അതെ, രക്തസമ്മർദ്ദം കൂടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഈ 120/80 എന്ന് പറയുന്ന ഫിഗർ മാറി ഇപ്പോൾ 140/90 ആയതാണോ അതോ നിങ്ങളൊരു ഒരു മോഡറേഷൻ കൊടുക്കുന്നതാണോ? അങ്ങനെയല്ലാതെ, അതായത് ഒരു വ്യക്തിയുടെ നോർമലായിട്ടുള്ള ഒരു കുട്ടിക്ക് ഇപ്പോൾ എക്സാമ്പിൾ 20 വയസ്സിൽ താഴെയുള്ള ഒരു വ്യക്തിയുടെ ബ്ലഡ് പ്രഷർ വരികയാണെങ്കിൽ 115/75 മില്ലിമീറ്റേഴ്സ് ബ്ലഡ് പ്രഷറിനേക്കാളും താഴെയായിരിക്കും. അതാണ് നോർമലായിട്ട്. ഏജ് ഇൻക്രീസുന്നതനുസരിച്ച് നമ്മളുടെ രക്തവാഹിനികൾ കൂടുതൽ വികസിക്കാനുള്ള ശക്തിക്കുറവും കൂടുതൽ ഇന്നിലാസ്റ്റിക് എന്ന് പറയും. അതായത് റബ്ബർ പോലെ അല്ലാണ്ട് വളരെയധികം കട്ടിപിടിച്ച് ലെഡ് പൈപ്പ് പോലെ ആയി തുടങ്ങുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ രക്തസമ്മർദ്ദം. ഒരു കാരണം രക്തസമ്മർദ്ദം കൂടുവാനുള്ള കാരണം. ഇപ്പോൾ 120/80 നമ്മളൊരു പറയുകയാണെങ്കിൽ നോർമലായിട്ടുള്ള ഒരു ബ്ലഡ് പ്രഷറിന് കണക്കാക്കുകയാണെങ്കിലും ഒരു വ്യക്തിക്ക് ചികിത്സ ആവശ്യമാകേണ്ടതായിട്ടുള്ള ഒരു ലെവൽ, കട്ട് ഓഫ് ലെവൽ, അതായത് ഈ വ്യക്തിക്ക് ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ ബെനിഫിറ്റ് കിട്ടും എന്നുള്ള ഒരു രക്തസമ്മർദ്ദത്തിൻ്റെ തോത് അല്ലെങ്കിൽ അളവ് അത് 140/90 കൂടുതലാണ്. എക്സാമ്പിൾ 130/90 ഉള്ള ആളെ ചികിത്സിച്ചാൽ ബെനിഫിറ്റ് വളരെയധികം ഇല്ല. അപ്പോൾ നമ്മൾ പാർശ്വഫലങ്ങൾ ഒരു വ്യക്തിയെ ചികിത്സിക്കുമ്പോൾ മരുന്നുകളുടെ പാർശ്വഫലങ്ങളും അതിൽ മരുന്നുകൾ കൊണ്ട് കിട്ടാവുന്ന ഉപയോഗങ്ങളും തുലനം ചെയ്തിട്ട് വേണം നമുക്ക് പറയാനായിട്ട്. അതായത് ഈ വ്യക്തിക്ക് മരുന്ന് കൊണ്ടുള്ള ചികിത്സ ബെറ്റർ ആണെന്ന്. അപ്പോൾ നമ്മൾ പറയുന്നത് 120 തൊട്ട് 140 വരെയുള്ള വ്യക്തികൾക്ക് ജീവിതശൈലിയിൽ വ്യതിയാനം വരുത്തിയാൽ തന്നെ, എക്സാമ്പിൾ ഉപ്പ് എടുക്കുന്ന അളവ് കുറയ്ക്കുകയാണെങ്കിൽ, ഉപ്പിലിട്ടത് കൂട്ടുന്നത് കുറയ്ക്കുകയാണെങ്കിൽ, പപ്പടം ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ, വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ, നടക്കുകയാണെങ്കിൽ എന്നിവയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ഒരു പരിധിവരെ നമുക്ക് ഈ 140 എന്നുള്ളത് അടിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇതിനേക്കാളൊക്കെ എളുപ്പം ഗുളിക കഴിക്കുന്നതാണെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. അല്ല, അത് വളരെ സത്യമല്ലേ? സ്വയം പ്രാക്ടിക്കലാക്കാൻ നോക്കിയാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. പക്ഷേ ദാറ്റ് ഈസ് ബെറ്റർ വേ. ഓക്കെ, ഈ രക്തസമ്മർദ്ദം ഇങ്ങനെ ക്രമത്തിലധികമായി ഉയരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അതായത് കുറച്ച് ജനറ്റിക്കലായിട്ട്, അതായത് നമ്മളിപ്പോൾ ജനറ്റിക്കലായി എന്ന് പറയുകയാണെങ്കിൽ ജനിതകമായി തന്നെ പറയുകയാണെങ്കിൽ സോൾട്ട് സെൻസിറ്റീവ് കുറച്ച്, അതായത് ഉപ്പ് കഴിച്ചിട്ടുണ്ടെങ്കിൽ രക്തസമ്മർദ്ദം കൂടുന്നതിന് ചാൻസ് ഉള്ള കുറച്ച് രോഗികൾ ഉണ്ട്. ജനതയിൽ തന്നെ കുറച്ച് ശതമാനം ആൾക്കാരുണ്ട്. അവർക്ക് സാധാരണയിൽ കൂടുതൽ ഉപ്പ് കഴിക്കുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ഒരു കുറച്ച് കൊല്ലങ്ങൾ കഴിയുമ്പോൾ 10-12 കൊല്ലങ്ങൾ കഴിയുമ്പോൾ പതുക്കെ ബ്ലഡ് പ്രഷർ കൂടിക്കൊണ്ടിരിക്കും. എല്ലാവർക്കും വേണമെന്നില്ല. പക്ഷേ എന്നാൽ തന്നെ ഒരു സമൂഹത്തിൻ്റെ ഉപ്പിൻ്റെ കൺസംഷൻ, അതായത് ഉപഭോഗം നമ്മളൊരു 2 തൊട്ട് 3 ഗ്രാം കുറയ്ക്കുകയാണെങ്കിൽ ആ സമൂഹത്തിൽ തന്നെ 1-2 മില്ലിമീറ്റർ ബ്ലഡ് പ്രഷർ കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഉപ്പിൻ്റെ ഉപഭോഗം നാം കുറയ്ക്കുകയാണെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ബ്ലഡ് പ്രഷറിന് നമുക്ക് കുറയ്ക്കാൻ കഴിയും. കാരണം ഒരുപാട് വ്യക്തികളുടെ അതിൽ അടങ്ങിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഒരാളുടെ അല്ല. അപ്പോൾ ഡെഫിനറ്റായിട്ടും ഉപ്പ് ഒരു 1 തൊട്ട് 2 മില്ലിമീറ്റർ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഉപ്പ് കുറച്ച് കഴിച്ച് കഴിഞ്ഞാൽ തന്നെ ഈ ഉപ്പ് എന്ന് പറയുന്ന അപ്പോൾ അതൊരു കാരണം. പിന്നെയുള്ള പല കാരണങ്ങൾ സിമ്പത്തറ്റിക് ആക്ടിവിറ്റി, കിഡ്നി പ്രോബ്ലംസ്, പല കാരണങ്ങളുണ്ട്. ചിലർക്ക് ഒരു കാരണവും ഇല്ല. ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ചൊരു കാരണമില്ലാത്ത ഗ്രൂപ്പാണ്. അതിനെയാണ് പ്രൈമറി സാധാരണ നമ്മുടെ ജനതയിൽ
കൂടുതലായിട്ട് കാണുന്നത് പ്രൈമറി ഹൈപ്പർ ടെൻഷനാണ്. സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കാരണങ്ങൾ കൊണ്ട് അതുകൊണ്ടാണ് അവർക്ക് ഈ ബ്ലഡ് പ്രഷർ വരുന്നത്. ഈ ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ചോദിച്ചാൽ, കാരണം വെച്ചാൽ ഒരു തെറ്റിദ്ധാരണയാണോ അതോ ശരിയായ ധാരണയാണോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. സോഡിയം ക്ലോറൈഡാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഉപ്പ്. അതിന് പകരം പൊട്ടാസ്യം ക്ലോറൈഡ്, അതായത് ഇന്ദുപ്പ് ഉപയോഗിച്ചാൽ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു മിത്താണോ അതോ യാഥാർത്ഥ്യമാണോ അത്? അതിനെക്കുറിച്ച് വ്യക്തമായി പറയാൻ നമുക്ക് ട്രയലുകളില്ല. നമുക്കൊരു കാര്യങ്ങളിൽ ഒരെണ്ണത്തിനെക്കുറിച്ച് വ്യക്തമായി നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ പഠനങ്ങൾ വേണം. ഇന്ദുപ്പ് വെച്ച് പഠനങ്ങൾ നടത്തിയത് വലുതായിട്ട് എനിക്കറിയില്ല. നമ്മളുടെ ഈ നാട്ടിൽ മാത്രമേ ഇന്ദുപ്പ് ഉപഭോഗമുള്ളൂ. നമ്മളാണ് ഈ പഠനത്തിൽ വളരെ പുറകിലുമാണ്. അപ്പോൾ ഇന്ദുപ്പ് ഉപയോഗിച്ച് മാത്രം ഒരു ഗ്രൂപ്പിനെ ട്രീറ്റ് ചെയ്തതിന് ശേഷം അവരുടെ ബ്ലഡ് പ്രഷറിൽ എന്ത് വ്യതിയാനം വരുന്നു, അവർക്ക് എത്രയധികം വ്യത്യാസമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കില്ല. ഓക്കെ. ഈ രക്താതിസമ്മർദ്ദം ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ രക്തസമ്മർദ്ദം ക്രമത്തിനധികം ഉയർന്നു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾക്ക് എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് ഉണ്ടാവണമല്ലോ, നല്ല അറിയാൻ പറ്റുള്ളൂ. എന്തായിരിക്കും ബേസിക് സിംറ്റംസ്? എന്തായിരിക്കും? പലപ്പോഴും സിംറ്റംസ് ഉണ്ടാകണമെന്നില്ല. പലപ്പോഴും നമ്മളുടെ ബ്ലഡ് പ്രഷർ കൂടുതലാണെങ്കിൽ നമ്മളുടെ വർക്കിൻ്റെ പ്രഷർ കൊണ്ടാണ് ആ അസ്വസ്ഥത നാം ധരിച്ചു പോകും. ഇറിറ്റബിലിറ്റി മനസ്സിലാകും. മാത്രമല്ല ഒരു തലവേദന, ഫറ്റീഗബിലിറ്റി. അതായത് നമുക്ക് ഇറിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ആകപ്പാടെ ഒരു ഉല്ലാസക്കുറവ്, വയ്യായിക, ഒരു തലയ്ക്ക് ഖനം, തലവേദന, ഉന്മേഷക്കുറവ്, അങ്ങനെ പല ഒരു പ്രത്യേകിച്ച് ഇന്നത് കൊണ്ടാണ് ഇന്നതെന്ന് പറയാൻ പറ്റുന്ന ഒരു ലക്ഷണങ്ങളില്ല. പലപ്പോഴും ലക്ഷണങ്ങൾ വരുന്നത് രക്തസമ്മർദ്ദം കൂടിയിട്ട് ബാക്കിയുള്ള ഓർഗൻസ് ലൈക്ക് കിഡ്നിക്ക് അസുഖം വരുമ്പോഴോ, ഹൃദ്രോഗം വരുമ്പോഴോ, അല്ലെങ്കിൽ ഈ രക്തസമ്മർദ്ദത്തിൻ്റെ തോത് കൂടിയതിന് ശേഷം ഹൃദയം ഫെയിലാവുകയാണ്, ഹാർട്ട് ഫെയിലിയർ, ശ്വാസം മുട്ട് വരികയോ, അതല്ലെങ്കിൽ തലച്ചോറിൽ ഹെമറേജ് വരുമ്പോഴോ, അല്ലെങ്കിൽ ഒരു പക്ഷാഘാതം വരുമ്പോഴാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഈ വ്യക്തിക്ക് ഹൃദ്രോഗം, ഈ രക്തസമ്മർദ്ദം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായതെന്ന്. അപ്പോൾ പലപ്പോഴും പാർശ്വഫലങ്ങളാണ് അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നത്. അല്ലാതെ പറയുകയാണെങ്കിൽ ഇറിറ്റബിലിറ്റി, ഹെഡ് ഏക്ക്നെസ്, അങ്ങനെ ഇതായിട്ട് മാത്രം അതൊന്നും നമ്മളൊരു രക്തസമ്മർദ്ദത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണാൻ നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല. കിതപ്പ്, ഇങ്ങനെ പലതും പറയാം. അപ്പം രക്തസമ്മർദ്ദം കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക്, ആ ഒരു വ്യക്തിക്ക് ഒരുപാട് സിംറ്റംസ് ഒന്നും ഫീൽ ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്ന സിംറ്റംസ് ഇതിൻ്റേതാണ് എന്ന് മനസ്സിലാക്കണമെന്നില്ല. നമ്മൾ വേറെ എന്തെങ്കിലും കാരണങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചു പോകും. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ രക്തസമ്മർദ്ദം നമുക്ക് സിംറ്റംസ് കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല, ആ ഒരു ഘട്ടത്തിൽ പറ്റുന്നില്ല എങ്കിൽ പിന്നെയുള്ളൊരു ഇതെന്ന് പറയുന്ന ഒരു സ്ക്രീനിങ് പോലെ നമുക്ക് റെഗുലറായിട്ട് BP ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അതിനൊരു ഏജ് ഗ്രൂപ്പ് ഉണ്ടോ, ഒരു റിസ്ക് ഗ്രൂപ്പ് ഉണ്ടോ, അതോ എല്ലാവരും ചെയ്യണോ? തീർച്ചയായിട്ടും 20 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഏത് വ്യക്തിയും ഒരു പ്രാവശ്യമെങ്കിലും ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്തിരിക്കണം, ബിറ്റ്വീൻ 30 ആകുന്നതിന് മുമ്പ് തന്നെ. ഇപ്പോൾ 20 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയുള്ള വ്യക്തികൾ ഒരു സമൂഹത്തിൽ അവനവൻ്റെ ബ്ലഡ് പ്രഷർ എന്തെന്ന് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കിയിരിക്കണം ഒരു പ്രാവശ്യമെങ്കിലും. ബ്ലഡ് പ്രഷറിലെ അബ്നോർമാലിറ്റി ഡിക്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ എല്ലാ ഇയറും ചെയ്തിരിക്കണം, വർഷത്തിലൊരിക്കൽ. ഇനി 20 തൊട്ട് 30 വയസ്സ് വരെയുള്ള രോഗികളുടെ ബ്ലഡ് പ്രഷർ ഒരു പ്രാവശ്യം ചെക്ക്, വ്യക്തികളുടെ, രോഗികൾ എന്ന് പറയാൻ പറ്റില്ല, വ്യക്തികളുടെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്തപ്പോൾ നോർമലാണ്. എപ്പോൾ റിപ്പീറ്റ് ചെയ്യണം? 5 കൊല്ലത്തിലൊരിക്കലെങ്കിലും മിനിമം റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, മിനിമമാണത്. 5 കൊല്ലത്തിലൊരിക്കലെങ്കിലും പിന്നെയും രക്തസമ്മർദ്ദം അളക്കുക എന്നുള്ളതൊരു മിനിമം കർത്തവ്യമാണ് സ്വന്തം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേയുടെ തീമും അതാണ് തോന്നുന്നു, നോ യുവർ ബ്ലഡ് പ്രഷർ. അത് ഈ ഒരു ഉദ്ദേശം വെച്ചായിരിക്കും ചിലപ്പോൾ പറഞ്ഞത്. അതെ, തീർച്ചയായിട്ടും അതെ. അവനവൻ്റെ ബ്ലഡ് പ്രഷർ എന്താണെന്ന് ഒരു വ്യക്തി മനസ്സിലാക്കിയിരിക്കണം. മാത്രമല്ല ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ മാത്രം ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുക എന്നുള്ള സിസ്റ്റം മാറ്റി ഹോം മോണിറ്ററിങ് ബ്ലഡ് പ്രഷർ പ്രോഗ്രാംസ് ഇപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. സെമി ഓട്ടോമേറ്റഡ് ബ്ലഡ് പ്രഷർ മാനോമീറ്റേഴ്സ് അവൈലബിൾ ആണ്. സോ സ്വന്തം ഗൃഹത്തിൽ നമ്മുടെ ബ്ലഡ് പ്രഷർ നാം മെഷർ ചെയ്യണം. അതാണ് കറക്റ്റായിട്ടുള്ള ബ്ലഡ് പ്രഷർ. പലപ്പോഴും രോഗി ഡോക്ടറുടെ ചേംബറിൽ കയറുമ്പോൾ വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ടാകാം. അതായത് ഡോക്ടറോടുള്ള ഭയമോ അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെൻറ്റിൻ്റെ പ്രോബ്ലം കൊണ്ടോ, പരിചയമില്ലാത്ത ഡോക്ടറാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാകാം. അത് ഡോക്ടറുടെ ലുക്കും എല്ലാം വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ വരാം. തീർച്ചയായിട്ടും അതൊരു ഭയം ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ബ്ലഡ് പ്രഷർ കൂടിയെന്ന് വരാം. ചിലർക്ക് ഭാര്യയെ പേടിയാണെങ്കിൽ വീട്ടിലെ BP ആയിരിക്കും കൂടുതൽ. അതറിയാം. സ്വയം നോക്കുന്നതാണ് സേഫ്. സ്വയം നോക്കുന്നതല്ല, സ്വയം നോക്കണം.
അല്ല സ്വയം അല്ലെങ്കിൽ കൂടെ ആരെങ്കിലും വൈഫോ ആരെങ്കിലും ഒരാൾ ഹെൽപ്പ് ചെയ്ത് നോക്കണം, അതൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കണം. ഇനി സ്വന്തം വീട്ടിൽ നോക്കുന്ന ബ്ലഡ് പ്രഷർ 135/85 ആയിരിക്കണം, അല്ലാണ്ട് 140/90 ഡോക്ടറുടെ മുറിയിലാണ്. ഓക്കെ. സ്വന്തമായിട്ട് വീട്ടിൽ ചെക്ക് ചെയ്യുമ്പോൾ ബ്ലഡ് പ്രഷർ എത്രയായിരിക്കണം എൻ്റെ എന്ന് ചോദിക്കുകയാണെങ്കിൽ 135/85 ആയിരിക്കണം. അതിനകത്ത് നിൽക്കണം. അതിന് മേളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും അതൊരു കൺട്രോൾഡ് ബ്ലഡ് പ്രഷർ അല്ല. ഡെഫിനറ്റായിട്ടും അങ്ങനെ ഒരു ഗ്രാഫോ അല്ലെങ്കിൽ ഒരു റെക്കോർഡിംഗ് ചാർട്ട് ചെയ്തത് നിങ്ങളുടെ ഡോക്ടർ, ചികിത്സിക്കുന്ന ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അതായത് ഇത് മതിയോ, ഒന്നും കൂട്ടണോ, എന്താ വേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ഈ ബ്ലഡ് പ്രഷർ നമ്മൾ ചെക്ക് ചെയ്തു 140/90 എബവ് ഉള്ളൊരു പേഷ്യൻറ്റിന് കിട്ടുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? നമ്മൾ ഒരു പേഷ്യൻറ്റിൻ്റെ 140/90 ഒരു ആർബിട്രറി ഒരൊറ്റ വാല്യൂ കൊണ്ടല്ല ഒരു രോഗിയെ ചികിത്സിക്കേണ്ടത്. ആകെ മൊത്തം നമ്മൾ ആ രോഗിയെക്കുറിച്ച് പഠിക്കണം. അതായത് ആ രോഗിയുടെ റിസ്ക് ഫാക്ടേഴ്സ് എന്തെല്ലാം, ആ രോഗിക്ക് പ്രമേഹമുണ്ടോ, ആ രോഗിക്ക് ഈ പ്രഷർ നിമിത്തം ചിലപ്പോൾ ഈ ഒരു റീഡിങ് മാത്രമേ നോർമൽ ആയിരിക്കുള്ളൂ. വീട്ടിൽ പോയി സിഗരറ്റ് വലിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ വീട്ടിലായിരിക്കും ബ്ലഡ് പ്രഷർ കൂടുക. അപ്പോൾ ദാറ്റ് ഈസ് കോൾഡ് എ മാസ്ക്ഡ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അതായത് ഡോക്ടറുടെ മുമ്പിൽ എവിഡൻ്റ് അല്ല, എന്നാൽ തീർച്ചയായിട്ടും വീട്ടിൽ വരുമ്പോൾ പ്രഷർ ഹൈ ആണ്. അതെ, അങ്ങനെ കൺട്രോൾ ചെയ്യുന്നതല്ല, അവരുടെ ആ എൻവയോൺമെൻറ്റിലില്ല, മറ്റേ എൻവയോൺമെൻറ്റ് ഉണ്ട്, ഓഫീസിൽ ചെന്ന ബ്ലഡ് പ്രഷർ കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ എന്താ വെച്ചാൽ എന്തെങ്കിലും ഡാമേജസ് ഓഫ് ദി അതർ ഓർഗൻസ് ഉണ്ടാവും. ലൈക്ക് ECG എടുക്കുമ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി, കണ്ണിൽ നോക്കുമ്പോൾ റെറ്റിനോപ്പതി. അപ്പം അങ്ങനെയുള്ള ചെക്കപ്പുകൾ ചെയ്തിരിക്കണം. ഓക്കെ. അതും കൂടി കണക്കിലെടുത്തിട്ട് വേണം ഈ രോഗിക്ക് മരുന്നിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ. അല്ലെങ്കിൽ 140/90 ഒരേ ഒരു വാല്യൂ, ബാക്കി എല്ലാം നോർമലായിട്ടുള്ളൊരു വ്യക്തിക്ക് ഡെഫിനറ്റായിട്ടും അഗെയിൻ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ തന്നെയായിരിക്കും ആദ്യത്തെ കുറച്ച് കാലം കൊടുക്കേണ്ടത്. ഓക്കെ. ഈ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് പലപ്പോഴും പല പേഷ്യൻസും ഈ പറഞ്ഞ പോലെ ഹോം മോണിറ്ററിങ് സംവിധാനം കയ്യിലുള്ള ആൾക്കാർ ചോദിക്കുന്നൊരു സംശയം, ഇടത് കൈ നോക്കണോ, വലത് കൈ നോക്കണോ, കിടന്ന് നോക്കണോ, ഇരുന്ന് നോക്കണോ, ഇതിനകത്ത് എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു പാറ്റേൺ ഉണ്ടോ? തീർച്ചയായിട്ടും. അതായത് ഒരു വ്യക്തി ഇരുന്നിട്ടാണ് ശരിയായിട്ട് രീതിയിൽ ബ്ലഡ് പ്രഷർ നോക്കേണ്ടത്. അപ്പോൾ അതേ വ്യക്തി തന്നെ വലത് കൈയിലത്തെ ബ്ലഡ് പ്രഷർ, നമ്മളുടെ വലത് കൈ ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ മസിൽ മാസ് കൂടുതൽ വലത് കൈയിലായിരിക്കും. അപ്പോൾ ഡെഫിനറ്റായിട്ടും വലത് കൈയും ഇടത് കൈയും തമ്മിലുള്ള ബ്ലഡ് പ്രഷർ ഡിഫറൻസ് ഒരു 10 മില്ലിമീറ്ററെങ്കിലും ബ്ലഡ് പ്രഷർ ഡിഫറൻസ് ഉണ്ടായിരിക്കും. നോർമലാണത്. പക്ഷേ 20 മില്ലിമീറ്റർ കൂടുതൽ ബ്ലഡ് പ്രഷർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഇവിടെയുള്ള രക്തധമനിയിൽ എവിടെയെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടോ എന്ന് നോക്കണം. അതാണ് വലത് കൈയും ഇടത് കൈയും. ആദ്യമായിട്ട് ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുമ്പോൾ ശരിക്കും വലത് കൈയും ഇടത് കൈയും നോക്കണം, രണ്ട് കൈയും നോക്കണം. എന്നിട്ട് അതിൽ എത്ര വ്യത്യാസമുണ്ടെന്ന് നാം കണക്കാക്കണം. 10 മില്ലിമീറ്ററിൽ കൂടുതലാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ബ്ലോക്കുകൾ ഉണ്ടോ എന്ന് നാം സംശയിക്കണം. അപ്പോൾ ദാറ്റ് ഈസ് വൺ തിങ്. സൂപ്പൈൻ, അതേപോലെ കിടന്നിട്ടും ഇരുന്നിട്ടും വേണമെന്ന് വെച്ചാൽ ഇരുന്നിട്ടുള്ള ബ്ലഡ് പ്രഷറാണ് അഭികാമ്യം. ചില വ്യക്തികൾക്ക് ആൻറ്റി ഹൈപ്പർടെൻസീവ് ബ്ലഡ് പ്രഷറിനുള്ള മെഡിക്കേഷൻ എടുത്തു കഴിയുമ്പോൾ എണീറ്റ് നിന്നാൽ പ്രഷർ കുറയും. ദാറ്റ് ഈസ് കോൾഡ് പോസ്ചറൽ ഹൈപ്പോടെൻഷൻ എന്ന് പറയും. അവർക്കൊരു ചെറിയ തലകറക്കമൊക്കെ തോന്നും. അപ്പോൾ എണീറ്റ് നിന്നിട്ടുള്ള BP അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 30 മില്ലിമീറ്റർ കൂടുതൽ ഡ്രോപ്പ് ആവുന്നുണ്ട്, കുറയുന്നുണ്ട് എങ്കിൽ ഡോക്ടറുമായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇക്കാര്യം പ്രതിപാദിക്കേണ്ടതാണ്. അതിനുള്ള വ്യത്യാസം അദ്ദേഹം പറഞ്ഞു തരും. ഓക്കെ. ഈ ബ്ലഡ് പ്രഷർ ഇപ്പോൾ കൂടി നിൽക്കുന്നതുകൊണ്ട് എന്തൊക്കെയാണ് അപകട സാധ്യതകൾ ഉള്ളത്? അത് നമുക്ക് ഓരോ റീജിയനായിട്ട് പറയാം. എക്സാമ്പിൾ, കണ്ണുകളിൽ റെറ്റിനോപ്പതി ഉണ്ടാവും, ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പതി. അതോടൊപ്പം തന്നെ ഹെമറേജസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അതായത് ചെറിയ രക്തസ്രാവം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. തലച്ചോറിൻ്റെ ഉള്ളിൽ രക്തസ്രാവവും അതോടൊപ്പം തന്നെ ചിലപ്പോൾ രക്തം ഒഴുകാൻ പറ്റാണ്ട് ക്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ പക്ഷാഘാതം വരാം, ബോധക്ഷയം വരാം, മുതലായവ ഉണ്ടായി എന്ന് വരാം. ഹൃദയത്തിലാണെങ്കിൽ ഹാർട്ട് അറ്റാക്കുകൾ, അതോടൊപ്പം തന്നെ ഹൃദയത്തിൻ്റെ പമ്പിങ് ശക്തി കുറഞ്ഞു പോവുക, ഹാർട്ട് ഫെയിലിയർ. കിഡ്നികളിൽ പതുക്കെ കിഡ്നിയുടെ പ്രവർത്തനം മന്ദഗതിയിലാവുകയും അതോടൊപ്പം തന്നെ കിഡ്നി മൂത്രമൊഴിക്കുമ്പോൾ പലപ്പോഴും പറയാറുണ്ട് പത പോലെ വരുന്നു എന്ന്. അത് പ്രോട്ടീൻസ് കൂടിയിട്ടാണ് കിഡ്നിയിൽ. അങ്ങനെ കിഡ്നി ഫെയിലിയറും സാധ്യതയിലുണ്ടാകുന്നു. അപ്പോൾ ഇതെല്ലാമാണ് എൻഡ് ഓർഗൻ ഡാമേജ് എന്ന് പറയുന്നത്. ഓരോരോ ഓർഗനിലും വരുന്ന ഡാമേജ് പ്രഷർ കൊണ്ട്. ഒരു ബ്ലഡ് പ്രഷർ കൂടുതലുള്ള ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഡോക്ടർ പറഞ്ഞു ചില പരിശോധനകളും മറ്റ് ബ്ലഡ് പ്രഷർ 2-3 പ്രാവശ്യം റീഡിംഗ് ഒക്കെ നോക്കിയതിന് ശേഷം മാത്രമേ ആ പേഷ്യൻറ്റിനെ കുറിച്ച് കൂടുതൽ പഠിച്ചതിന് ശേഷം മാത്രമേ ആ പേഷ്യൻറ്റിന് എന്ത് തരം ചികിത്സ, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ മതിയോ മെഡിസിൻ വേണോ എന്ന് തീരുമാനിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ് എങ്കിൽ അതിലെന്തൊക്കെയായിരിക്കും വരിക, എന്തൊക്കെയായിരിക്കും നിർദ്ദേശം? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. പലപ്പോഴും നാം എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ തമാശയായിട്ട് കളിയായിട്ടാണ് ഡോക്ടർമാരും പേഷ്യൻസും കണക്കാക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അത് ആരും ചെയ്യില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ അങ്ങനെയല്ല, ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. ഒന്നാമത്തതായിട്ട് ഉപ്പിൻ്റെ ഉപഭോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ചില വീടുകളിൽ ഉപ്പിട്ടിട്ടാണ് ചോറ് വേവിക്കുന്നത്. ഇതിനാന്ന് വെച്ചാൽ ചോറിൻ്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടി. അതൊരു ചീത്തയായ പ്രവണതയാണ്, അതങ്ങനെ ഒരിക്കലും ചെയ്യരുത്.
2 കയ്യുപ്പ് കൂട്ടരുത്. അതായത് മോരിൻ്റെ ഒപ്പം ചോറിനിലേക്ക് ഉപ്പെടുക്കുക. കയ്യുപ്പ് ഉപഭോഗം കുറയ്ക്കുക. റെഗുലറായിട്ട് കൂടുതൽ അച്ചാറുകളും പിക്കിൾസും അല്ലെങ്കിൽ ഉപ്പിലിട്ടത് ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. സോൾട്ട് ഫിഷ് ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപ്പിൻ്റെ ഉപഭോഗം കുറയ്ക്കാൻ നമ്മെ സഹായിക്കുന്നു. 1. രണ്ടാമതായിട്ട് ഫ്രൂട്ട്സ് 40 ഗ്രാം മതി, അതിൻ്റെ അധികമൊന്നും വേണ്ട. ഒരു 10 ഓറഞ്ചൊന്നും കഴിക്കേണ്ടാവില്ല, 1-2 ഓറഞ്ചൊക്കെ തന്നെ ധാരാളം തന്നെ. ഫ്രൂട്ട്സ് 40 ഗ്രാമിൽ കൂടുതൽ അറ്റ്ലീസ്റ്റ് ആഹാരത്തിലുണ്ടായിരിക്കണം. വെജിറ്റബിൾസും ഉണ്ടായിരിക്കണം ആഹാരത്തിൽ. അപ്പോൾ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉണ്ടായിരിക്കുക ആഹാരത്തിൽ. മിനിമവും അറ്റ്ലീസ്റ്റ് 40 മിനിറ്റ്സ് എങ്കിലും നടക്കുക. കാരണം വ്യായാമം 1-2 മില്ലിമീറ്റർ ബ്ലഡ് പ്രഷർ കുറയ്ക്കും. സോ ഡെഫിനറ്റായിട്ടും വ്യായാമം അതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നടക്കൽ അത്യാവശ്യമാണ്. ഇപ്പോൾ ഈ വ്യായാമം, അവസാനം പറഞ്ഞ കാര്യം വ്യായാമമാണ്. 40 മിനിറ്റ് നടക്കുന്ന കാര്യമാണ് ഡോക്ടർ പറഞ്ഞത്. ഈ വ്യായാമം ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉള്ള ഒരു സാധനമാണ്. അതായത് നടക്കലാണോ വ്യായാമം, ഓടലാണോ വ്യായാമം, അതോ നടക്കുമ്പം വിയർക്കണോ, സ്പീഡ് എത്ര വേണം, പിന്നെ ജിമ്മിൽ പോയിട്ട് വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസ് ചെയ്യുന്നത് ഇതിന് ഫലപ്രദമാകുമോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. നല്ലൊരു വ്യായാമം എന്തായിരിക്കും? നല്ലൊരു വ്യായാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് 40 മിനിറ്റ് കൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 4 കിലോമീറ്റേഴ്സ് എങ്കിലും നടക്കുക. ദാറ്റ് ഈസ് ഒരു 6 to 7 കിലോമീറ്റർ പെർ അവർ വാക്ക്. സ്പീഡിൽ 6 to 7 കിലോമീറ്റർ പെർ അവർ വാക്ക്. ഞാൻ 4.5 കിലോമീറ്റർ സ്പീഡിൽ 10 കിലോമീറ്റർ നടന്നാലൊരു കാര്യമില്ല. മനസ്സിലായി? 6 to 7 കിലോമീറ്റർ പെർ അവറിൽ യു ഷുഡ് വാക്ക് അറ്റ്ലീസ്റ്റ് 4 to 5 കിലോമീറ്റേഴ്സ് എ ഡേ. 4 to 5 കിലോമീറ്റർ ഏകദേശം ഞാൻ ഈ പറഞ്ഞ സ്പീഡിൽ 6-7 ഇടയ്ക്കുള്ള കിലോമീറ്റർ സ്പീഡിൽ നടക്കുക. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 2, ട്രെയിനിങ് ഇല്ലാത്ത ആൾക്കാർ ആദ്യം തന്നെ ഓടാൻ ശ്രമിക്കരുത്. ബിക്കോസ് അത് ചിലപ്പോൾ ഹൃദയാഘാതത്തെ ക്ഷണിച്ച് വരുത്തും. അപ്പോൾ അത് കാരണം നടന്ന് അവനവൻ ഒരുപാട് കുഴപ്പമില്ല എന്ന് ഉറപ്പ് വരുത്തി 2-3 ദിവസം 5-6 ദിവസം ശരിയായിട്ട് നടന്ന് വലിയ വിഷമമില്ലെങ്കിൽ ഗ്രേഡഡ് ആയിട്ട് മാത്രമേ കൂട്ടാവൂ. ഓക്കെ. ദെൻ കാർഡിയോ എക്സസൈസസ് ലൈക്ക് നമ്മളിപ്പോൾ പറയാം എന്താ, ഞാൻ ക്രോസ് ട്രെയിനർ, എക്സാമ്പിൾ തന്നെ ഓർബിറ്റ് ട്രാക്ക്, അങ്ങനെയുള്ള സാധനങ്ങൾ കാർഡിയോ എക്സസൈസ്, അല്ലെങ്കിൽ എക്സാമ്പിൾ ട്രെഡ്മില്ല്, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ വളരെ നല്ലതാണ്. കാരണം ഹോൾ ബോഡിയെ എക്സസൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കാരണം പ്രഷർ കുറയാൻ സഹായിക്കും. ജിമ്മിലുള്ള എക്സസൈസുകളുടെ പ്രോബ്ലം ഐസോമെട്രിക് എക്സസൈസ് എന്ന് പറയും. അതായത് വെയ്റ്റ് ട്രെയിനിങ് ബ്ലഡ് പ്രഷർ കൂട്ടും. അപ്പോൾ ബ്ലഡ് പ്രഷറുള്ള വ്യക്തി ശരിക്കും പറയുകയാണെങ്കിൽ പ്രഷർ കൺട്രോൾ ചെയ്യാണ്ട് ജിമ്മിൽ പോയി വെയ്റ്റ് ലിഫ്റ്റിങ്ങും മറ്റും എടുക്കുന്നത് തെറ്റാണ്. എന്നാൽ 2 ഡംബലെടുത്ത് തൽക്കാലത്തേക്കൊരു മസിൽ ടോണിങ് ആണെങ്കിൽ പിന്നെയും പറ്റും. പക്ഷേ ബെഞ്ച് പ്രസ്, അതോടെ തന്നെ വെയ്റ്റ് ട്രെയിനിങ് മുതലായവ ബ്ലഡ് പ്രഷർ ചെക്കപ്പ് ശരിയായിട്ട് ചെയ്യാതെയും മര്യാദയ്ക്ക് മരുന്ന് കഴിക്കാതെയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഷർ കൂടാനേ സഹായിക്കുകയുള്ളൂ. അപ്പോൾ ഐസോട്ടോണിക് എക്സസൈസസ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കാർഡിയോ എക്സസൈസസ് ആണ് അഭികാമ്യം. എയറോബിക് എക്സസൈസ് ആണ് അഭികാമ്യം. ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണമെങ്കിൽ. പിന്നെ എപ്പോഴും എവിടെയും ആരുടെ അനുസമമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം നടപ്പ്, സൈക്ലിംഗ്, അതൊക്കെയാണ്, ജോഗിങ്, അതൊക്കെയാണ് നല്ലത്. ഇപ്പോൾ ആഹാരത്തിൽ കൺട്രോൾ ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. ആഹാരത്തിൽ എണ്ണയുടെ ഉപഭോഗവും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. അതായത് ഒരു വ്യക്തിയുടെ കൊളസ്ട്രോൾ ഹൈ ആണെന്നിരിക്കട്ടെ, കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയ്ക്കുകയാണെങ്കിലും ഉപ്പിൻ്റെ ഉപഭോഗവും മറ്റും കുറയ്ക്കുകയാണെങ്കിൽ ബ്ലഡ് പ്രഷറും വിൽ കം ഡൗൺ. അപ്പോൾ ഡെഫിനറ്റ്ലി എണ്ണയുടെ ഉപഭോഗം കുറയ്ക്കുന്നത് നമ്മളുടെ തടി കുറയ്ക്കാൻ സഹായിക്കും. ഒരു 2 kilograms എങ്കിലും വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 to 2 millimeters ബ്ലഡ് പ്രഷർ കുറയും. സോ വെയിറ്റ് റിഡക്ഷൻ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ടു റെഡ്യൂസ് ബ്ലഡ് പ്രഷർ. ഈ ഐഡിയൽ വെയിറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് പറയാമോ? നമ്മളൊരു BMI ആണ് പറയാറ്. BMI ഈസ് ബിറ്റ്വീൻ 20 to 30. ഐഡിയലായിട്ട് ഇപ്പോൾ ഇന്ത്യൻസിന് ബിലോ 25 ആയിരിക്കണം എന്നാണ് പറയുക. അറ്റ്ലീസ്റ്റ് BMI ഈസ് ഹൈറ്റ് ഇൻ മീറ്റേഴ്സ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. അത് ചെയ്താൽ വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ നമ്മൾ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അവനവൻ്റെ BMI എന്താണെന്ന് മനസ്സിലാവും. അത് 25 താഴെ കീപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ. ഈ ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്ന ഒരാളെ ട്രീറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് കൊടുക്കുന്ന കുറേയധികം മരുന്നുകളുണ്ടാവുമല്ലോ. ഇതെല്ലാം പൊതുജനത്തിനുള്ള കുറേ സംശയങ്ങളാണ്. ഈ മരുന്നുകൾക്ക് പല സൈഡ് ഇഫക്ട്സും ഉണ്ട് എന്ന് പറയുന്നത്, മരുന്നുകൾ കിഡ്നിയെ മോശമായി ബാധിക്കും എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? നേരെ മറിച്ചാണ്. മരുന്ന് കഴിക്കാതിരിക്കുകയാണെങ്കിലാണ് പ്രഷർ കൊണ്ട് കിഡ്നിയെ ബാധിക്കുന്നത്. 1, പാർശ്വഫലങ്ങളില്ലെങ്കിൽ മരുന്നിനും ഫലം ഉണ്ടാവില്ല. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ. പക്ഷേ നമ്മളതിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, നമ്മളതിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് പാർശ്വഫലങ്ങൾ പിക്കപ്പ് ചെയ്യാനും അതിൻ്റെ പാർശ്വഫലങ്ങളില്ലാത്ത മരുന്നുകൾ, ആ വ്യക്തിക്ക് കുഴപ്പമില്ലാത്ത മരുന്നുകൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ആവശ്യമുള്ള ഡോസിൽ നമുക്ക് കഴിക്കാം.
എക്സാമ്പിൾ, ചില മരുന്നുകൾ കിലോഗ്രാമിൽ കഴിഞ്ഞാലായിരിക്കും പാർശ്വഫലങ്ങൾ വരുന്നത്, മില്ലിഗ്രാമിൽ വളരെ സേഫ് ആയിരിക്കും. അപ്പോൾ ആ പാർശ്വഫലങ്ങൾ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് എഴുതിയിട്ട് വളരെയധികം ഡോസ് കൊടുക്കുമ്പോഴേ ആവുന്നുള്ളൂ, അല്ലാതെ ചെറിയ മില്ലിഗ്രാമിലൊന്നും ഡോസ് വരുന്നില്ല. ചില ബീറ്റാ ബ്ലോക്കേഴ്സ് എന്ന് പറഞ്ഞ ചില ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് യങ്ങായിട്ടുള്ള ഒരു സെക്ഷുവലി ആക്റ്റീവായിട്ട്, ലൈംഗികമായിട്ട് ആക്റ്റീവായിട്ടുള്ള ഒരു യങ്ങായിട്ടുള്ള ഒരു വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ 4% ആൾക്കാർക്ക് ഉദ്ധാരണ ശക്തിക്ക് കുറവ് വരാം. പക്ഷേ ഈ സത്യം ഡോക്ടറോട് പറയുകയാണെങ്കിൽ ഡോക്ടർ ആ മരുന്ന് മാറ്റിത്തരും. അല്ലാണ്ട് മരുന്നേ കഴിക്കാതെ നടക്കുകയല്ല ചെയ്യേണ്ടത്. കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു തരത്തിലുള്ള ബ്ലഡ് ഫ്ലോയും ലിംഗത്തിലേക്ക് പോലും ഇല്ലാണ്ട് ഉള്ള ഉദ്ധാരണ ശേഷിയും കൂടി ഇല്ലാണ്ടാവും. അപ്പോൾ മരുന്ന് കഴിക്കാതിരിക്കുകയല്ല പാർശ്വഫലങ്ങളെക്കുറിച്ച് ചെയ്യേണ്ടത്, പാർശ്വഫലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് അവനവന് അനുയോജ്യമായിട്ടുള്ള മരുന്നുകൾ കഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശരി. ഈ രക്താതിസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്ന് കണ്ടുപിടിക്കപ്പെട്ട ഒരാൾക്ക്, രോഗി എന്ന് തന്നെ ഞാൻ പറയാം, വ്യക്തി എന്ന് ഞാൻ പറയുന്നില്ല, അയാൾക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ചെയ്താൽ റിസ്ക് ഉണ്ട് എന്ന് പറയാവുന്ന? അത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അതായത് രക്തസമ്മർദ്ദം ഡയഗ്നോസ് ചെയ്ത രോഗി രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാതെ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ റിസ്ക്. ഓക്കെ. അല്ലാതെ അയാൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് എന്ത് കാര്യം വേണമെങ്കിൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. അപ്പം വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ ആണ് ഇന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അന്നത്തെ പ്രോഗ്രാമിൽ നമ്മൾ ഹൈപ്പർ ടെൻഷനെ കുറിച്ച് സംസാരിക്കുന്നു. വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേയുടെ തീമുമായി ബന്ധപ്പെട്ട് ഒരു എന്തെങ്കിലും സന്ദേശം ഉണ്ടെങ്കിൽ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ സമൂഹത്തിലുള്ള എല്ലാ വ്യക്തികളും, 20 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ വ്യക്തികളും അവനവൻ്റെ ബ്ലഡ് പ്രഷർ ഒരിക്കലെങ്കിലും ചെക്ക് ചെയ്യണം. ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്താൽ മാത്രം പോരാ, അവനവൻ്റെ പ്രഷർ അധികമാണെങ്കിൽ പറ്റുമെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും അതിൻ്റെ ഒപ്പം തന്നെ ആവശ്യമുണ്ടെങ്കിൽ മരുന്നും കഴിക്കാൻ തയ്യാറാകണം. കാരണം നമ്മളൊരു സമൂഹത്തിൻ്റെ ബ്ലഡ് പ്രഷർ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ട് കുറയ്ക്കുകയാണെങ്കിൽ ഒരുപാട് രോഗങ്ങൾ ഈ സമൂഹത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ എന്താ പറയുക ലൈഫ് സ്പാനും കൂടി കിട്ടും. നമ്മൾ ബ്ലഡ് പ്രഷർ മറ്റും അല്ലെങ്കിൽ പ്രമേഹം മുതലായവ ശരിയായി ശ്രദ്ധിക്കാതിരിക്കുകയാണെങ്കിൽ ലൈഫ് സ്പാൻ വളരെയധികം കുറയും. ഒരു 40-50 വയസ്സിൽ വരുന്ന ഹൃദയാഘാതം നമുക്കൊരു 70-80 വയസ്സിലേക്കോ 60-70 വയസ്സിലേക്കോ മാറ്റി വയ്ക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ എല്ലാ ജോലിയും കഴിഞ്ഞ് റെഡിയായിരിക്കും. മറ്റേത് ഒരു കലാമിറ്റി ഈസ് കമ്മിങ് അറ്റ് ഒരു വലിയൊരു ഫാമിലി പ്രോബ്ലം അറ്റ് 40-50, സൊസൈറ്റിക്ക് നഷ്ടം, രാഷ്ട്രത്തിന് നഷ്ടം. അതുകൊണ്ട് ഡെഫിനറ്റായിട്ടും എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവനവൻ്റെ വയസ്സിൽ റെഡി ആയിരിക്കുക. 780 ആൻഡ് അബോവ് ദർ ഈസ് നോ പ്രോബ്ലം. ഓക്കെ, ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൻ്റെ സമയം അവസാനിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ ഡോക്ടർ മനു വർമ്മ, അദ്ദേഹം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഹൈപ്പർ ടെൻഷനെ കുറിച്ച് അല്ലെങ്കിൽ രക്താതിസമ്മർദ്ദം അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് സംസാരിച്ചു. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് എല്ലാവരും അവരവരുടെ BP ഒന്ന് ചെക്ക് ചെയ്യുക. കഴിയുമെങ്കിൽ നാളെ തന്നെ എല്ലാവരും, ഒരു 20 വയസ്സിന് മേലെ പ്രായമുള്ള എല്ലാവരും തന്നെ അവരവരുടെ BP ഒരു പ്രാവശ്യം കൂടി ചെക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അബ്നോർമലായിട്ട് കാണുകയാണെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അതിനെക്കുറിച്ചും വളരെ വിശദമായിട്ട് ഇവിടെ ചർച്ച ചെയ്യേണ്ട, ആഹാരത്തിൽ വരുത്തേണ്ട വ്യതിയാനങ്ങൾ, ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ജീവിതശൈലിയിൽ വരുത്തേണ്ട വ്യതിയാനങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ ഇവിടെ ഇപ്പോൾ പറയുകയുണ്ടായി. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. രക്തസമ്മർദ്ദത്തെ നിയന്ത്രണത്തിൽ നിർത്തുക. അടുത്തയാഴ്ച വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായിട്ട്. ബൈ.